നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ SCERT 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ എന്നൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. നോക്കാം. അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽ മഞ്ഞ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരിക്കുന്നു. അതിലുമുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു, നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. അപ്പോൾ ഇത് ഏതെന്നെടുത്ത വരികളാണ്? ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൽ നിന്നാണ്. തൊഴിൽ തേടി മധ്യേഷ്യയിലെത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിൻ്റെ ജീവിതമാണ് ബെന്യാമിൻ്റെ ഈ നോവലിലെ ഇതിവൃത്തം. അടുത്ത് നോക്കാം. എന്താണ് മരുഭൂമികൾ? 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയല്ല. മരുഭൂമികൾ പൊതുവെ 2 തരമുണ്ട്: ശീത മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികൾ. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. അപ്പോൾ എന്താണ് ശീതമരുഭൂമികൾ? ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. അതായത് പർവ്വത പ്രദേശങ്ങളിലൊക്കെ തണുത്തുറഞ്ഞിരിക്കുന്ന ധ്രുവഭാഗങ്ങളാണ് ഈ ശീതമരുഭൂമികൾ. അടുത്തത്, പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും. എന്താണ് ഉഷ്ണമരുഭൂമികൾ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഇവിടെ എന്താണ്? രാത്രി താപം വളരെ കുറവായിരിക്കും. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം. മരുഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് എറേമോളജി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിനാണ് നിന്നാണ്. ഇതിൻ്റെ അർത്ഥമാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. ഈ മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ് എറേമോളജി. ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമിയുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമിയാണിത്. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ: വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, കിഴക്ക് അരാവലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ച്, പടിഞ്ഞാറ് സിന്ധു നദീതടം. ഒന്നുകൂടെ നോക്കാം. വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം, കിഴക്ക് അരാവലി നിരകൾ, തെക്ക് റാൻ ഓഫ് കച്ച്, പടിഞ്ഞാറ് സിന്ധു നദീതടം. ഇതാണ് ഥാർ മരുഭൂമിയുടെ അതിർത്തികൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഈ ഥാർ മരുഭൂമിയുടെ ആകെ വിസ്തൃതി 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇതിന്റെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. അപ്പൊ എവിടങ്ങളിലൊക്കെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്? 2/3 ഭാഗവും രാജസ്ഥാനിലാണ്. ബാക്കി ഭാഗം എവിടെയാണ്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ്. പിന്നെ പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. ഇന്ത്യയിൽ മുഖ്യമായി മഴ കണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിലാണ്.
പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി എന്തെന്നാൽ, ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷസ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഒരു ഊഷര മണലാരണ്യമായി മാറുന്നു. ഇതെല്ലാമാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യങ്ങൾ. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കാം. മരുസ്ഥലി അഥവാ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല, രാജസ്ഥാൻ ഭാഗർ, അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. ഇതൊക്കെയാണ് ഥാർ മരുഭൂമിയുടെ രണ്ട് പ്രധാന വിഭാഗങ്ങൾ. ഏതൊക്കെയാണ്? മരുസ്ഥലി, രാജസ്ഥാൻ ഭാഗർ എന്നിവ. ഇതിൽ മരുസ്ഥലി എന്താണെന്ന് നോക്കാം. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. എന്താണ് മരുസ്ഥലി? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ധ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ധ്രിയാൻ? പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതകളാണ്. ഈ മണൽക്കൂനകളാണ് ധ്രിയാൻ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ ബോക്സിൽ ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്നിവ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് നോക്കാം. ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽരൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ. നൈസ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപ മർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ. അടുത്തത് ഷിസ്റ്റ്. മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം അഥവാ ഉയർന്ന താപ മർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്നവയാണ് ഷിസ്റ്റുകൾ. അപ്പൊ എന്തൊക്കെയാണ് ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്നാണ് നോക്കിയത്. അടുത്തത് രാജസ്ഥാൻ ഭാഗർ. അരാവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ. ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ഠമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു. ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. അപ്പൊ ലൂണി നദിയുടെ പോഷക നദികളാണ് ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവ. ഉപ്പുനദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട്. ഇതിൽ പ്രധാനമാണ് സാംബാർ തടാകം. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംബാർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു.
അതായത് രാജസ്ഥാൻ ഭാഗർ പ്രദേശത്ത് ഉപ്പ് തടാകങ്ങൾ ധാരാളമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു തടാകമാണ് സാംഭാർ തടാകം. ഇത് ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിത്വാന, സാർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പ് ഉൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ ചിത്രത്തില് ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, കൂൺശിലകൾ, മണൽ മേടുകൾ എന്നിവയാണ്. ഇവയൊക്കെ എന്താണെന്ന് നോക്കാം. ഥാർ മരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടുതലാണ്. ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, കൂൺശിലകൾ, മണൽമേടുകൾ. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണമരുഭൂമികളിൽ സാധാരണമാണ്. ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ. അപ്പോൾ എന്താണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്നാണ് പറയുന്നത് നോക്കാം. അതായത് കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണിത്. ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണമരുഭൂമിയിൽ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. തുടർച്ചയായി സംഭവിക്കുന്ന അപരദന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചുകൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തമായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്ന് വിളിക്കുന്നു. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺശിലകൾ എന്ന് വിളിക്കുന്നു. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുന്നു. കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലുപ്പത്തിലുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവയാണ് മണൽമേടുകൾ. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. മരുഭൂമികൾ എന്ന് കേൾക്കുമ്പോൾ തെളിയുന്ന ചിത്രം വരണ്ട മണലാരണ്യമാണ്. എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളും രൂപപ്പെടാറുണ്ട്. ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളാണ്
ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ബർക്കൻസ്, അതായത് ചന്ദ്രക്കലാകൃതിയിലുള്ള മണൽമേടുകൾ, പാരാബോളിക് മണൽമേടുകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ എന്നിവ. അടുത്തതായി മരുപ്പച്ചകൾ. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭജല സ്രോതസ്സുകളാലോ ആണ് മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണയായി പല മരുപ്പച്ചകളിലും കൃഷി ചെയ്യാറുണ്ട്. അടുത്തതായി കാലാവസ്ഥ. മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതകളാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുന്നു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഥാർ മരുഭൂമിയുടെ മഴക്കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. അരാവലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വാർഷിക മഴ 25 സെന്റിമീറ്ററിലും കുറവാണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതയാണ്. ജനുവരി ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നു. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുന്നു. അടുത്തതായി മരുഭൂമിയിലെ മണ്ണ്. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ്. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടുന്നു. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുമുള്ളതാണ് മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണ് ക്ഷാരഗുണമുള്ളതാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നനവ് കിട്ടിയാൽ പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. സസ്യജാലങ്ങൾ. മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെയില്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ ചെടികളാണ് കള്ളിമുൾച്ചെടി. ഥാർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണിവ. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഥാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ, യൂഫോർബിയ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. അടുത്തത് ജന്തുജാലങ്ങൾ. മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനം. ധാർ നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും ധാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ പുള്ളിപ്പരുന്ത് എന്നിവ ഥാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. ഇനി മണൽപ്പരപ്പിലെ ജനജീവിതം. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയുടെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസമുള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട്.
അടുത്തതായി കൃഷി. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത്. വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ പോലും പല വിളകളും കൃഷി ചെയ്യുന്നു. ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗ്ഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി. നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയുടെ ജലസേചനത്തിനായാണ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ കനാൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദരസൂചകമായി ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. പഞ്ചാബിലെ ഹരീക്കെ ബാരേജിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നു. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. ഇതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായി. ഇനി മൃഗപരിപാലനം. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണെന്ന് കണക്കാക്കുന്നു. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം തുടങ്ങിയവ പ്രധാന വളർത്തുമൃഗങ്ങളാണ്. അടുത്തത് ഖനനം. കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരമുണ്ടിവിടെ. അടുത്തത് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലോക അദ്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. ഇനി കരകൗശല വ്യവസായം. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷേഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. അടുത്തത് ഊർജോൽപാദനം. വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ഥാർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനലുകൾ ഉപയോഗിച്ചും ഥാർ മരുഭൂമിയിൽ വൻതോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉപ്പ് കലർന്ന ജലം ശുദ്ധീകരിക്കാനാണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത്. അടുത്തതായി വിനോദസഞ്ചാരം. ഥാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, റണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നു. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടങ്ങളിൽ സ്ഥിരം കാഴ്ചയാണ്. ഥാർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതുമാക്കുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല. കനത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അധ്യായം. അപ്പോൾ ഇത്രയാണ് മണലാരണ്യത്തിലൂടെ എന്ന ഈ ഒരു അധ്യായം.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആവർത്തിച്ച് കേൾക്കുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.